വിഴിഞ്ഞത്ത് 2000 കോടി രൂപയുടെ ലോജിസ്റ്റിക്സ് പദ്ധതി സർക്കാർ നടപ്പാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് IOCL, കോൺകോർ, CWC എന്നീ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ഒപ്പുവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന്റെ കൂടുതൽ സാധ്യതകൾ നാടിന് ചൂഷണം ചെയ്യാൻ വേണ്ടി കൂടിയുള്ള ഒരു അവസരമായി ഈ നിർണായക നീക്കങ്ങളെ കാണാം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വിവരങ്ങൾ? അജിംഷാദ്, വെറും ഒരു തുറമുഖ നിർമ്മാണം എന്നതിനപ്പുറത്തേക്ക് വിഴിഞ്ഞത്തെ പൂർണ്ണതോതിലുള്ള സാമ്പത്തിക വികസന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ 2000 കോടി രൂപയുടെ ബൃഹത്തായ പൊതുമേഖല ലോജിസ്റ്റിക് പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിന്റെ MOU ആണ് ഇന്നിപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത്, അതായത് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ തന്നെയായിരുന്നു ഈ ഒരു ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് 3 വൻകിട കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ടാണ് ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്നത് എന്നുള്ള കാര്യമാണ്. തുറമുഖ അധിഷ്ഠിത വ്യാവസായിക, അതോടൊപ്പം തന്നെ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസിലിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമായിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഏതായാലും തുറമുഖത്തിലെ വികസനത്തിലെ ഒരു കേരള മാതൃക അത് സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഷീജയാണ് വിവരങ്ങൾ